ഹായ് മകളെ, വളരെയധികം സന്തോഷത്തോടു കൂടി ഒരു മെസ്സേജ് നിങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. സോ വീഡിയോ മുഴുവനും കാണുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനോടും വരാൻ പറയുക. നമുക്കറിയാം ചോദ്യ പേപ്പർ ചോർച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ പല ആളുകളും സംസാരിക്കുന്നില്ല എങ്കിൽ പോലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കോൺസെപ്റ്റ് പഠിച്ചു പോയാൽ ഒരു ചോദ്യ പേപ്പറും നിങ്ങൾക്ക് നേരത്തെ കിട്ടേണ്ട ആവശ്യമില്ല. എത്ര ടഫായിട്ട് വരികയാണെങ്കിലും നമുക്ക് ആ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പബ്ലിക് എക്സാമിന് എവിടെ നിന്നും ചോദ്യങ്ങൾ ചോർന്ന് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിക്കുകയാണ്. കോൺസെപ്റ്റ് അറിയുന്ന കുട്ടി എപ്പോഴും മുൻപന്തിയിൽ തന്നെ ആയിരിക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. സോ ആ മാത്തമാറ്റിക്സിലെ A+ നേടാനും നമുക്കറിയാം ഒരുപാട് കുട്ടികൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു എക്സാമാണ് IT എക്സാം എന്ന് പറയുന്നത്. അതിലെല്ലാ കുട്ടികൾക്കും A+ നേടിത്തരാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സ്റ്റഡി പ്ലാൻ മാത്രമല്ല, എങ്ങനെ പഠിക്കണമെന്നും കൂടി നിങ്ങളെ പഠിപ്പിക്കാൻ തന്നെയാണ് 31-ാം തീയതി 7 മണിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഞാനും അതോടൊപ്പം തന്നെ നമ്മുടെ ITയുടെ പ്രിയപ്പെട്ട ദർശിത് സാറും വരുന്നത്. സോ ആ ലൈവ് നിങ്ങൾ മിസ്സാക്കരുത്. മാത്തമാറ്റിക്സിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് വെച്ചാൽ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കോൺസെപ്റ്റ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മാത്സിൽ A+ കിട്ടൂ. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. കാരണം കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങളുടെ എക്സാം വരാൻ പോകുന്നത്. കാരണം ചോദ്യ പേപ്പർ ചോർന്നത് കൊണ്ട് തന്നെ ഒരേ രീതിയിലുള്ള പാറ്റേണുകൾ മാറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ഇടുന്ന ആളുകളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ്. അതുകൊണ്ട് എക്സാം ടഫ് ആവുകയല്ല ചെയ്യുന്നത്, ചോദ്യ പാറ്റേണുകൾ മാറുകയാണെങ്കിൽ, പല കുട്ടികളും ഇതുവരെ കാണാത്ത ചോദ്യങ്ങൾ ചോദ്യ പേപ്പറിൽ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ടെൻഷൻ കൂടുക തന്നെ ചെയ്യും. പക്ഷേ ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നു, കോൺസെപ്റ്റ് പഠിച്ചാണ് നിങ്ങൾ പോയതെങ്കിൽ ഒരു ടെൻഷൻ നിങ്ങൾക്ക് ആവേണ്ട ആവശ്യമില്ല. സോ മാത്തമാറ്റിക്സിൽ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു സീരീസാണ് ഡോക്ടർ സീരീസ് എന്ന് പറയുന്ന സീരീസ്. നമുക്കറിയാം, ഒരു ഡോക്ടറുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ വരുന്ന സമയത്ത് അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി ട്രീറ്റ് ചെയ്യുക എന്നത് തന്നെയാണ്. മാത്തമാറ്റിക്സിൽ ഒരുപാട് കുട്ടികൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ബേസിക് അറിയാത്ത പ്രശ്നങ്ങളുണ്ട്, കോൺസെപ്റ്റ് അറിയാത്ത പ്രശ്നങ്ങളുണ്ട്. സോ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ ഡോക്ടർ സീരീസുമായിട്ട് വരുന്നത്. ഈ വരുന്ന 1-ാം തീയതി തന്നെ നിങ്ങൾക്ക് ഡോക്ടർ സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് വരുന്നതാണ്. സോ ആ ആദ്യത്തെ എപ്പിസോഡ് നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അത് എഫക്റ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ എല്ലാ 10ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കണം. എനിക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അയച്ചു കൊടുക്കുന്നതിലൂടെ ഏറ്റവും കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ എന്നെ വീണ്ടും പ്രേരിപ്പിക്കുകയാണ്. സോ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ IT എന്ത് വില കൊടുത്തും നമ്മൾ A+ നേടുക തന്നെ ചെയ്യും. നിങ്ങൾക്കറിയാം, ഏറ്റവും ആദ്യം വരാൻ പോകുന്ന പബ്ലിക് എക്സാം, മോഡൽ എക്സാം ഒക്കെ തന്നെ ITയുടേതായിരിക്കും. അതെല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. സോ അതിൻ്റെ സ്റ്റഡി പ്ലാനും കൂടിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ എനിക്കൊരു മോന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സാറേ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല, എനിക്ക് ഇനി പഠിച്ചാൽ ഒരു 7 A+ എങ്കിലും എത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മക്കളെ, നിങ്ങൾ ഇന്ന് മുതൽ പഠിക്കുകയാണെങ്കിൽ, ഞങ്ങൾ പറയുന്ന രീതി നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 7 അല്ല, നിങ്ങൾക്ക് ഫുൾ A+ വരെ എത്താനുള്ള, അല്ലെങ്കിൽ അത് നേടിയെടുക്കാനുള്ള സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കാണുന്ന ഈ പബ്ലിക് എക്സാം വരാൻ പോകുന്നത് നോമ്പ് കാലത്തെ ആയതുകൊണ്ട് തന്നെ ചില കുട്ടികൾക്ക് അത് ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സോ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ വേണം നിങ്ങൾ അത്രയും ദിവസങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ. പിന്നെ വേറൊന്നും പറയാനില്ല, നിങ്ങൾ ഇനി കാത്തിരിക്കുക. സൈലം SSC എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ വാട്സപ്പ് ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ചെയ്ത് വെക്കുക. ബാക്കിയെല്ലാം ഞങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ 2025 എന്ന് പറയുന്ന വർഷം ഏറ്റവും മികച്ചതാവട്ടെ. ആ 2025 ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു കാര്യം, ഈ വരുന്ന മെയ് മാസത്തിൽ വരുന്ന SSLC റിസൾട്ടിൻ്റെ കൂടെ നിങ്ങളുടെ പേരിൻ്റെ കൂടെ എല്ലാ സബ്ജക്റ്റിലും A+ കാണുന്ന ഒരു ചിത്രമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, എന്തൊക്കെ വന്നാലും നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകും, ഞങ്ങളുടെ ടീം ഉണ്ടാകുമെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട്, ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, സൈലം ലേണിംഗ്. ബൈ.